വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അകത്തു നിന്നും ഇറങ്ങി വന്ന ഹരീഷ് ആണെങ്കിൽ വിക്ടറിനോടും സരോജ മെമ്പറിനോടും അത് നടക്കില്ല, ആ സജി സാറിനാണെങ്കിൽ കൈക്കൂലി വേണം എന്ന് പറഞ്ഞ് കുറ്റങ്ങളെല്ലാം സജിയുടെ മേളിൽ ചുമത്തുകയാണ്. അന്നേരം ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും നടക്കില്ല എന്ന്. അവനിപ്പോൾ 19,000 രൂപ ഞാൻ കൊടുക്കാൻ പോകുന്നു, അവനിപ്പോൾ ഞാൻ അകത്ത് കയറി ചാമ്പു എന്നൊക്കെ പറഞ്ഞ് വിക്ടർ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം സരോജമാണെങ്കിൽ വിക്ടറിനെ സമാധാനിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട്. അന്നേരം എത്രയാണ് ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരീഷ് 19,000 എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയുമൊക്കെ നമ്മൾ കൂട്ടിയാൽ കൂടില്ലല്ലോ, ഇവൻ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു, ഞാനിപ്പോൾ അവനെ അകത്ത് കയറി മുറ്റത്തേക്ക് വലിച്ചിട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ വിക്ടർ നിൽക്കുകയാണ്. അന്നേരം സരോജം സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ അത്രയ്ക്ക് മോശമൊന്നുമല്ല, വിക്ടർ ഇപ്പോൾ പറഞ്ഞത് അവസാനത്തെ വാക്കാണ്, ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് സരോജം നിൽക്കുകയാണ്. അന്നേരം ആകെ ടെൻഷനിൽ ഇങ്ങനെ ഹരീഷും നിൽക്കുന്നുണ്ട്. ഇതേ സമയം കാറിൽ പോകുന്ന ശാലിനിയാണെങ്കിൽ മടി കിടന്നുറങ്ങുന്ന സത്യയുടെ കഴുത്തിലെ മാല ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണു സമ്മാനിച്ച്. എന്നിട്ട് ആ വിഷ്ണു മാല കൊടുത്തതൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം എന്തുറക്കുക എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ തലോടിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ വണ്ടി വന്നിട്ട് ഈ ശാലിനിയുടെ വണ്ടിക്ക് കുറുക്കിട്ട് ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുകയാണ്. അന്നേരം കാറ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ മുന്നോട്ടായുന്നുണ്ട്. അന്നേരം വിഷ്ണു വണ്ടി നന്നായിട്ട് ഇങ്ങനെ റൈസ് ചെയ്യുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടി നിർത്തി ഇട്ടിട്ട് ആ കാറിന് കുറുകെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശാലിനി ഇരിക്കുന്ന ഡോറ് തുറന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവേട്ടാന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യത്തിലാണ്. തുടർന്ന് സത്യയെ മടിയിൽ നിന്നും തല മാറ്റിയ സീറ്റിലേക്ക് വെച്ചിട്ട് ശാലിനി ഇറങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഡോർ നല്ല ശക്തിയായിട്ട് അങ്ങ് അടയ്ക്കുകയാണ്. അന്നേരം ഈ കുട്ടിയുടെ കണ്ണിങ്ങനെ ചിമ്മുന്നുണ്ട് ഉറക്കത്തിലുള്ള. അതിനുശേഷം ശാലിനിയെ പിടിച്ചങ്ങോട്ട് മാറ്റുകയാണ്. ആകെ ഒരു ദേഷ്യത്തിലാണ്, കലിപ്പിലാണ് വിഷ്ണു. അന്നേരം എന്താ വിഷ്ണുവേട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ IAS കാര്യോ കളക്ടറെ ഒന്നും കാണാനല്ല വന്നത്, ഈ വിഷ്ണുവിൻ്റെ ഭാര്യയെ ശാലിനിയെ ശാരദാമ്മയുടെ മകളെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിഷ്ണുവേട്ടൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളതെല്ലാം കളക്ടറായിട്ടൊന്നും അല്ലല്ലോ ശാലിനിയായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ അതിനൊക്കെ എനിക്ക് സംശയമുണ്ട്. ഈ 6 വർഷത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ച് പിരിഞ്ഞത് ഓർക്കുന്നുണ്ടോ? താൻ എന്നെ പിന്നെ ഇവിടെ വന്ന ശേഷവും ഒരു മൂടുപടമിട്ട ശേഷമാണ് എന്നോട് സംസാരിക്കുന്നതൊക്കെ. ഭാര്യയും ഭർത്താവും ഇടയ്ക്കിൽ ഇങ്ങനെ ഒരു മൂടുപടത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ എനിക്കറിയണം, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണം എന്ന് ചോദിക്കുമ്പോൾ ആ ശാലിനി ഓർക്കുന്നുണ്ട് അന്ന് അവർ അവസാനമായിട്ട് ആ പ്രസവത്തിന് പോകുമ്പോൾ കണ്ടത്, അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ട രംഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതെന്ന് പറയുകയാണ്, തന്നെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ താൻ എന്നെ ചതിക്കില്ല, സ്വപ്നത്തിൽ പോലും താൻ എന്നെ ചതിക്കില്ല എന്നൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും ആത്മാവ് ഒരു പരിഹാസ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനോട് ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല, മിണ്ടരുത് എന്നും പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങ് ദേഷ്യത്തിലാണ്, കൈ ചൂണ്ടി ദേഷ്യത്തിലൊക്കെ വിഷ്ണുവിൻ്റെ ആ ഒരു ഉയർച്ചയുള്ള സംസാരത്തിൽ ശാലിനി അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. കാറിനോടൊക്കെ ചേർന്ന് നിൽക്കുകയാണ്. വിഷ്ണു ശാലിനിയെ പിടിച്ചു കുലുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ശാലിനി അങ്ങ് കരയുന്നുണ്ട്. വിഷ്ണുവിന് ആകെ സങ്കടമൊക്കെ വരികയാണ്. സത്യയെക്കുറിച്ചുള്ള രഹസ്യം എന്താ, താനത് പറഞ്ഞേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിയെ പിടിച്ച് കുലുക്കിങ്ങനെ ചേർത്ത് പിടിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. അന്നേരം അത് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ കാർത്തികയെ ഉപേക്ഷിക്കൂ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം കാർത്തികയൊക്കെ ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ ചോദിക്കുന്നത്. സത്യ ആരാണ്, എന്താണ് താൻ പറഞ്ഞത്, എന്താണ് സത്യ ആ വീട്ടിലെ കുട്ടിയാണെന്നോ ഒരേ ചോരയാണെന്നോ? അങ്ങനെയല്ല, കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയണം, പറ ശാലിനി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കൈയൊക്കെ പിടിച്ച് മാറ്റുകയാണ്. പക്ഷേ വിഷ്ണു വിടാനായിട്ട് ഭാവമില്ല. ശാലിനി ഇങ്ങനെ കാറിലൊക്കെ അങ്ങ് ചേർത്തങ്ങ് നിർത്തിയാണ് ചോദിക്കുന്നത്. അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണു ആദ്യം പിന്നീടൊന്ന് സമാധാനിക്കുകയാണ്. അന്നേരം പറ മോളെ, നിൻ്റെ വിഷ്ണുവേട്ടനല്ലേ ചോദിക്കുന്നത്, പറ ശാലിനി, സത്യയെക്കുറിച്ചുള്ള രഹസ്യം എന്താണ്, എന്ത് തന്നെയായാലും എന്നോട് പറഞ്ഞു, ഒരു ആലോചന കൊണ്ടുപോലും നീ എന്നെ ചതിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് വിഷ്ണുവേട്ടനോട് പറ മോളെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവോട് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് കരയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് പിടിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല, എന്നോട് ക്ഷമിക്കുക എന്നും പറഞ്ഞങ്ങോട്ട് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം എത്ര ചോദിച്ചിട്ടും ശാലിനി പറയാത്തപ്പോൾ വിഷ്ണുവിന് വീണ്ടും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് ശാലിനി അതെന്താണെന്ന് പറയില്ല എന്നുള്ളത്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കാര്യം ഇങ്ങനെ പുറകോട്ട് വെച്ച് ഇങ്ങനെ പുറകോട്ട് മാറുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ വിഷ്ണുവിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, വിഷ്ണുവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല, ഒരിക്കലും ഒരാലോചന കൊണ്ടുപോലും വിഷ്ണുവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല, എന്നെ ഒന്നും മനസ്സിലാക്കുക, വിഷ്ണുവേട്ടൻ്റെ ശാലിനി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ദേഷ്യവും ഇരട്ടിക്കുകയാണ്. ശാലിനിയുള്ള സ്നേഹമൊക്കെ വിഷ്ണുവിനോട് പോകുന്നുണ്ട്.
കൈവിട് എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി വിടുന്നില്ല. വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇറുക്കെ പിടിച്ചിരിക്കുകയാണ്. അല്ല തൊഴുന്ന പോലെ ഇങ്ങനെ തൻ്റെ കൈക്കുള്ളിൽ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. വിടടി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ ശാലിനിയുടെ കൈ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ശാലിനി അങ്ങോട്ട് കാറിലേക്ക് അങ്ങ് വീഴാൻ പോകുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്നൊക്കെ ഇങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ നിൽക്കാനായിട്ട് ഭാവമില്ല. ആകെ ഒരു ദേഷ്യം എന്തോ അങ്ങ് തിളക്കുകയാണ് വിഷ്ണു എന്നങ്ങ്. തുടർന്ന് വിഷ്ണു ബൈക്ക് എടുക്കുന്നുണ്ട്. കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബൈക്ക് എടുക്കുകയാണ്. എന്നിട്ട് കാർ ഇങ്ങനെ റൈസ് ചെയ്ത് സ്റ്റാർട്ടാക്കുകയാണ്. പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയത് ഒരു 2-3 പ്രാവശ്യം റൈസ് ചെയ്ത് ശാലിനിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ആ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ മുന്നോട്ടങ്ങ് പോകുമ്പോഴും വിഷ്ണു ഏട്ടാന്നൊക്കെ ശാലിനിയാണെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് അങ്ങോട്ട് ഇതങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടി മറിയുകയാണ്. വിഷ്ണു ഒരു വശത്തേക്ക് അങ്ങ് ചരിയുന്നുണ്ട് വണ്ടി. അന്നേരം വിഷ്ണു ഒരു സൈഡിലോട്ട് അങ്ങ് വീഴുകയാണ്. വിഷ്ണുവിൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ ഈ ബൈക്ക് വീഴുന്നുണ്ട്. അന്നേരം ആ സ്റ്റാൻഡിൻ്റെ ഇടയ്ക്കൂടെ വിഷ്ണുവിൻ്റെ കാലിങ്ങനെ അങ്ങ് അമരുകയാണ്, അങ്ങ് ഞെരുങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങ് വേദനിക്കുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് ഓടി ശാലിനി ചെല്ലുന്നുണ്ട്. ഡ്രൈവർ രാമേട്ടനും ഒക്കെ ചെല്ലുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ട് വിഷ്ണുവിനെ പിടിക്കുമ്പോൾ വിടടി തൊട്ടു പോകരുത് എന്നെ എന്നും പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യത്തിലാണ്. ശാലിനിയെ പിടിക്കാനായിട്ടേ സമ്മതിക്കുന്നില്ല. ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ദേഷ്യത്തോടെയാണ് ശാലിനി നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. തുടർന്ന് രാമേട്ടനാണെങ്കിൽ പെട്ടെന്ന് ഈ ബൈക്ക് അങ്ങ് പിടിച്ച് ഉയർത്തുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കാലങ്ങ് മാറുകയാണ്. തുടർന്ന് വിഷ്ണു എഴുന്നേൽക്കുമ്പോൾ രാമേട്ടൻ തന്നെ പിടിച്ച് എണീപ്പിക്കുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് ബൈക്കിലേക്ക് കയറുന്നുണ്ട്. അന്നേരം മോനെ ഈ അവസ്ഥയിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാ പോണ്ട ബൈക്കിൽ പോകണ്ട എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത്, സംസാരിക്കരുത്, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ വിഷ്ണുവിൻ്റെ ആ ദേഷ്യം അത് കാണേണ്ടത് തന്നെയാണ്. തുടർന്ന് ബൈക്കിൽ കയറി എന്നിട്ട് ആ കാല് കൊണ്ട് തന്നെ കിക്കറടിച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കുന്നുണ്ട്. അതിന് വിഷ്ണു നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും റൈസ് ചെയ്ത് വിഷ്ണു വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. നന്നായിട്ട് വിഷ്ണുവിൻ്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അത് വിഷ്ണുവിൻ്റെ മുഖത്ത് കാണാം. തുടർന്ന് രാമേട്ടനോട് ശാലിനി പറയുന്നുണ്ട്, രാമേട്ട വേഗം വണ്ടി എടുക്കാം, നമുക്ക് വിഷ്ണുവേട്ടൻ്റെ പിന്നാലെ പോകാം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അതിനുമ്പേ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, മോനെ ഈ അവസ്ഥയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേദന കാലിനല്ല, ശരീരത്തിനല്ല, മനസ്സിനാണ് വേദന എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനിയെ വീണ്ടും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അതിന് ചികിത്സയില്ല, മരുന്നില്ല എന്നൊക്കെ വിഷ്ണു പറഞ്ഞിട്ടാണ് ഈ വണ്ടി എടുത്ത് പോകുന്നത്. തുടർന്നാണെങ്കിൽ ഇങ്ങനെ പിന്നാലെ പോകാമെന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, വിഷ്ണു കുഞ്ഞിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യവുമില്ല, കുഞ്ഞിനോട് മോളോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതിനേക്കാൾ ഇരട്ടി വെറുപ്പും ദേഷ്യവുമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. പിന്നാലെ പോയാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും, അത് മോൾക്കും വിഷമമാവും. അത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ മോളുടെ ജീവിതം ഇങ്ങനെ വെറുതെ പാഴായി പോകുന്നുള്ള ദേഷ്യവും മോശവും കൊണ്ട് തന്നെയാണ്. സത്യം പറയാത്തതിലുമൊക്കെ അങ്ങനെയാണ് ദേഷ്യം എന്ന് പറയുമ്പോൾ ശാലിനിക്കത് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും, നമ്മൾ പുറകെ പോയിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ തിരിച്ച് പിന്നീട് ഈ ശാലിനി കാറിലേക്ക് കയറുന്നുണ്ട്. വിഷ്ണു ബൈക്കിൽ നിന്നും വീഴുന്നത് ശാലിനിയുടെ ഫ്രണ്ടിൽ കൂടെ വിഷ്ണു ഇങ്ങനെ ബൈക്ക് അങ്ങ് എടുത്ത് പോകുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ്. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ബാലൻസ് തെറ്റി വിഷ്ണു അവിടെ വീഴുന്നത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ പറയുന്നുണ്ട്, രാമേട്ട നമുക്ക് സത്യയെ വീട്ടിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന്. അന്നേരം അത് സമ്മതിക്കുകയാണ് രാമേട്ടൻ. തുടർന്ന് വിഷ്ണു വണ്ടി ഓടിച്ചു പോകുന്നതേ പിന്നീടും കാണിക്കുന്നുള്ളൂ. അന്നേരം വിഷ്ണു കാലൊക്കെ വേദനിക്കുന്നുണ്ട്. എന്നാലും ആ ശാലിനിയോടുള്ള അതൊരു ദേഷ്യത്തിൽ, ശാലിനി സത്യം പറയാനുള്ള ദേഷ്യത്തിൽ അങ്ങ് സ്പീഡിന് വണ്ടി ഓടിച്ച് വിഷ്ണു പോവുകയാണ്. തുടർന്ന് ശാലിനി കളക്ടറേറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ സരോജ മെമ്പറും വിക്ടറും ഹരീഷും എല്ലാവരും ഒക്കെ നിൽക്കുകയാണ്. അന്നേരം എല്ലാവരും എന്താ ഒരുമിച്ച് എവിടെയും ചോദിക്കുമ്പോൾ മാഡം പറഞ്ഞ പ്രോജക്റ്റ് ഇല്ലേ, അന്നേരം ഏണിംഗ് മെമ്പർ എന്നിങ്ങനെ വിക്ടറും പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ കാര്യം സംസാരിക്കാനാണ്, അത് ഇതുവരെ സാങ്ഷൻ ആയില്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ സജി സാർ ഇതുവരെ ഒപ്പുവെച്ചില്ല എന്നിങ്ങനെ പിന്നെ അനുപല്ലവി പറയുകയാണ്. അന്നേരം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വിക്ടറാണ് പിന്നീട് സംസാരിക്കുന്നത് മുഴുവൻ. അയാൾക്ക് കൈക്കൂലി വേണമെന്ന് മാഡം അല്ലേ പറഞ്ഞത്, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചങ്ങ് മജിസ്ട്രേറ്റ് ആക്കി കളയാം, വെള്ളത്തിലൊന്നും പോകണ്ട, ഇങ്ങനെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ സർക്കാർ ഓഫീസിലുള്ളവർക്ക് 50,000 കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അങ്ങ് കളക്ടറാണ് എന്നുള്ളൊരു വില കൊടുക്കാതെ അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ഹരീഷ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം സരോജ മെമ്പർ പറയുകയാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ, ഇതൊക്കെ മാഡത്തിനും കൂടി കൈയുണ്ടെന്നല്ലേ പറയുള്ളൂ എന്നും പറഞ്ഞങ്ങ് വാദോരാതെ സംസാരിക്കുകയാണ്. അവസാനം ശാലിനി ഒന്നും മിണ്ടുന്നില്ല, ശാലിനി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അനുപല്ലവിയോട് പറയുന്നുണ്ട്, സജിയോട് അയണിംഗ് മെമ്പറിൻ്റെ ഫയലും എടുത്തുകൊണ്ട് എൻ്റെ ചേംബറിലേക്ക് വരാൻ ഇവരും വന്നോളൂ എന്ന് പറയുകയാണ്. അന്നേരം അനുപല്ലവി ചോദിക്കുന്നുണ്ട്, സജി സാറല്ലേ ഫയൽ പഠിച്ചത്, അപ്പോൾ സജി സാറുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞിട്ട് പോരെ ഇവരെ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശാലിനി ദേഷ്യപ്പെടുകയാണ്. പോരാ, ഇവർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ ഇവരും കൂടി വേണം, എല്ലാം സുതാര്യമായിരിക്കണം,
ഒളിക്കണം, ഒളിവും മറവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം അനുപല്ലവിക്ക് വിക്ടറിനോട് ദേഷ്യം വരികയാണ്. താൻ എന്തൊക്കെയാണോ മേഡത്തോട് പറഞ്ഞത്, തൻ്റെ കളിപ്പാവയാണെന്ന് കരുതിയോ, കളക്ടർ ആരാണെന്ന് എനിക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി അകത്ത് കയറിയിട്ട് വാതിൽക്കൽ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവി വരാനായിട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അനുപല്ലവി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് വിക്ടറും എല്ലാവരും കൂടി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മെമ്പർ പറയുന്നുണ്ട് വിക്ടർ വരണ്ടാന്ന്. അന്നേരം മാഡം വിളിച്ചില്ലേ, അപ്പോൾ പിന്നെ ചെല്ലണ്ടേയും ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളെ പോകുന്നുള്ളൂ, താൻ വരുന്നില്ല, എനിക്ക് ആളും തരവുമൊന്നും കണ്ട് സംസാരിക്കാൻ അറിയില്ല, ഇപ്പോൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേയും ചോദിക്കുകയാണ്. അന്നേരം പിന്നെ കടപ്പുറത്തെ കാര്യങ്ങളൊക്കെ ആര് സംസാരിക്കും എന്നിങ്ങനെ വിക്ടർ ചോദിക്കുകയാണ്. അന്നേരം അവിടെ നിന്ന് വേറൊരാൾ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം, വിക്ടർ വരുന്നെങ്കിൽ ഞങ്ങളാരും പോകുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ഓ ശരി എങ്കിൽ തന്നെ നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് വിക്ടർ അല്ലെങ്കിലും കടപ്പുറത്തുകാർക്ക് ചാളയുടെ വിലയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വെളിയിൽ തന്നെ ഈ വിക്ടർ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ചേംബറിലിരിക്കുന്ന ശാലിനിയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. വിക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ശാലിനിയുടെ മനസ്സിൽ. അന്നേരം സജിക്ക് കൈക്കൂലി വേണം എന്ന് പറഞ്ഞത്, പക്ഷേ ഹരീഷ് അവിടെ തിരിച്ചു പറഞ്ഞത് കൊണ്ടാണ് വിക്ടർ അവിടെ അങ്ങനെ പറഞ്ഞത്. ശാലിനി അത് വിശ്വസിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അനുപല്ലവി വരുമ്പോൾ സജിയോട് വരാൻ പറഞ്ഞില്ലേ, ഫയൽ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സജി സാറാണ് ഫയൽ നോക്കിയത്, എന്തോ ഒരു തിരുത്തുണ്ട്, ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനെന്താ ഇത്ര താമസം എന്നൊക്കെ പറയുമ്പോഴാണ് സജി ഫയലുമായിട്ട് വരുന്നുണ്ട്. തുടർന്ന് കുടുംബത്തിനൊക്കെ സുഖം തന്നെയല്ലേ എന്നും പറഞ്ഞ് അർത്ഥം വെച്ചാണ് ശാലിനി ചോദിക്കുന്നത്. അന്നേരം കുഴപ്പമില്ല, തട്ടിമുട്ടിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ മകള് പണ്ട് ആളുകൾക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടുമ്പോൾ ശ്രീപത്മനാഭൻ്റെ 4 ചക്രം കിട്ടിത്തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ജോലിയെ ദൈവമായിട്ടാണ് കാണുന്നത്, അതേപോലെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെപ്യൂട്ടി കളക്ടർക്ക് തരക്കേടില്ലാത്ത ശമ്പളമാണ് കൊടുക്കുന്നത് എന്നാണ് അറിവ്. സജിയുടെ മകനാണെങ്കിൽ കാനഡയിൽ പഠിത്തത്തോടൊപ്പം ജോലി ചെയ്യുന്നു, മകള് MBBS-ന് പിന്നെ അവിടെ ബാംഗ്ലൂർ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സജി ചോദിക്കുകയാണ് ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് സജിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് സരോജ മെമ്പർ, ഹരീഷും ബാക്കി എല്ലാവരും കൂടി അകത്തേക്ക് കയറുമ്പോൾ സജി ഇവരെയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യണമെന്ന് സജി അവരോട് പറയുമ്പോൾ അവരങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അവിടെ നിൽക്കണം, ഇത് ഡിസ്ട്രിക്ട് കളക്ടറുടെ ചേംബറാണ്, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്, പിന്നെ ഐ ആം ദ ഡിസിഷൻ മേക്കർ എന്നിങ്ങനെ പറയുമ്പോൾ സജി ഇങ്ങനെ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് ഏത് സമയത്തും പരാതിയും ആവലാതികളും ഒക്കെ ആയിട്ട് വന്ന് കയറാനുള്ള ഒരു സ്ഥലമാണ് കളക്ടറുടെ ഓഫീസ് എന്ന് പറയുന്നില്ല, ഏതൊരു ഭരണാധികാരിയുടെയും ഓഫീസ് അങ്ങനെ ആവണം, എന്നാലേ നാട് നന്നാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ എന്നിങ്ങനെ സജി നോക്കി ചോദിക്കുകയാണ്. അന്നേരം സജിക്ക് സംഭവം ഒന്നും പിടിയിട്ടുന്നില്ല, സജി ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ പക്ഷേ അവിടെ ഹരീഷ് ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഹരീഷ് പറഞ്ഞത് ഇവരെല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി അവിടെ ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ അതത്രേ കാണിക്കുന്നുള്ളൂ. പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാലിലൊക്കെ വെച്ച് കെട്ടിയിട്ട് വീട്ടിലേക്ക് ചെന്ന് കയറും. അതിനുശേഷമാണ് ശ്യാമയ്ക്ക് ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നതും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും പിന്നീടൊക്കെയാണ് ശാലിനി സത്യഭാമയുടെ വീട്ടിലെ താമസമാക്കുന്നതൊക്കെ. ഇനി നല്ല നല്ല എപ്പിസോഡുകളാണ്. അതിനുശേഷമാണ് വിഷ്ണുവിന് DNA ടെസ്റ്റിനൊക്കെ പോകുന്നത്. അതൊക്കെ നമുക്ക് കാണാം. സുസ്മിതയുടെ കുറേ സീനൊക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഇവിടെ ഇല്ല, അതിന് പകരം മധുശ്രീയാണ്. പക്ഷേ അവർക്ക് സീനൊക്കെ കുറവാണ്. ഇനി അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.